പിണറായി വിജയൻ മുഖ്യമന്ത്രി പദം ഒഴിയണം. മുഖ്യമന്ത്രി മാറാതെ മുന്നണിക്ക് തിരിച്ചു വരവിന് സാധ്യതയില്ല എന്നിട്ട് എന്നാ പറഞ്ഞിരിക്കുന്നത്. CPI തിരുവനന്തപുരം എക്സിക്യൂട്ടീവിൽ പിണറായി വിജയനെതിരെ ശക്തമായ വിമർശനമാണ്. എന്നിട്ട് എന്ത് സംഭവിക്കും എന്നുള്ളത് ഇനി നമ്മൾ കാത്തിരുന്ന് കാണണം. മുഖ്യമന്ത്രി മാറുമോ, CPI പറഞ്ഞുകൊണ്ട് മാറുമോ എന്നുള്ളതൊക്കെ. പിണറായി വിഷയത്തിന് മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ? അല്ല, അങ്ങനെ കഴിക്കല്ല ആഗ്രഹം. അതായത് മുഖ്യമന്ത്രി കാരണമാണ് തോൽവി ഉണ്ടായത്, അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം. ഈ ധാർഷ്ട്യമുള്ള പിണറായി വിജയൻ കാരനാണ് 100 സീറ്റ് മേടിച്ചുകൊണ്ട് പാടെ ഇരിക്കുന്നത്. അത് മന്ത്രിമാരെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു പറയാനില്ലേ? അതന്നല്ലേ അന്നായാലും നല്ല ഇപ്പൊ സ്വഭാവം എല്ലാം മാറിപ്പോയി. പിണറായി വിജയൻ അന്ന് പിണറായി വിജയൻ എന്ത് മാറ്റാപ്പണ്ടായി? കുറച്ചുകൂടി മൈൽഡ് ആയിട്ടുണ്ട്. അപ്പം വല്ലപ്പോഴൊക്കെ ചിരിക്കാറുണ്ട്, അതൊന്നും തീരെ ഇരിക്കാറില്ലേ. സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും ഒക്കെ വെറുപ്പിച്ചു. സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും വെറുപ്പിച്ചു. സപ്ലൈകോയിൽ സാധനങ്ങളില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ സർക്കാർ ജീവനക്കാരെ തന്നെ കഴിഞ്ഞ തവണ വെറുപ്പിച്ചാണല്ലോ നിയമസഭാ ഇലക്ഷന് മുമ്പ് വരെ. അവസാനം അവർക്ക് കൊടുക്കാനുള്ള എല്ലാം കൂടി വാരി വലിച്ചു കൊടുത്ത് കൊടുത്തു. അങ്ങനെയാണല്ലോ അധികാരത്തിൽ വന്നത്. പിണറായി വിജയൻ എന്തും കാണാതെ എന്തും കളിക്കും നിങ്ങൾ? ഇത്തവണ സർക്കാർ ജീവനക്കാര് വോട്ട് ചെയ്തിട്ടില്ല. ചെയ്യണ്ടല്ലോ. ലോക്സഭാ ഇലക്ഷന് കഴിഞ്ഞാണ് അവർ പോസ്റ്റൽ വോട്ടിന്റെ ഒരു കണക്ക് അതാണല്ലോ സൂചിപ്പിക്കുന്നത്. ആയിക്കോട്ടെ, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ചെയ്തിട്ടുണ്ടോ? അപ്പൊ മുഖ്യമന്ത്രി ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നാണ് പറയുന്നത്. ഒരു ശൈലി ഒന്നും മാറ്റണ്ട. മൂപ്പര് ഇങ്ങനെ പോയാൽ മതി. അത് എന്താ വഴി മൂപ്പര് കണ്ടെത്തും. ഒരു വഴിക്കാക്കണം എന്നാണ് അവർ പറയുന്നത്. അല്ല, അത് അവരുടെ ആഗ്രഹമല്ല ഒരു വഴിക്കാണ്. ഇവര് പിണറായി വിജയൻ എന്താ സപ്പോർട്ട്? നിങ്ങളൊന്ന് പറയാം, CPI-ക്കാർ എന്താണ് പിണറായി വിജയൻ സപ്പോർട്ടല്ലേ? എപ്പോൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അതായത് ഈ CK ചന്ദ്രപ്പന്റെ കാലത്ത് ഒരു തിരുത്തൽ ശക്തിയായി CPI ഉണ്ടായിരുന്നു. ശക്തനായ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ശരി. അതേ തൊട്ടു വെളിയം ഭാർഗവനും ഉണ്ടായിരുന്നു. ശരി. അതിനുശേഷം വന്ന ആളാണ് കാനം. ഇടയ്ക്ക് പന്ന്യം വന്നു. അല്ല, പന്ന്യം പിന്നെ സമരസപ്പെട്ടു പോയ ആളാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പന്ന്യന്റെ പേര് പറയാത്തത്. കാനം തുടക്കകാലത്ത് ഇതുപോലെ ശക്തമായി ഒരു തിരുത്തൽ ശക്തിയായി കാനം എന്ത് പറയുന്നു നിൽക്കാൻ ശ്രമിച്ചു. പിന്നീട് പക്ഷെ അവസാന ഘട്ടം എത്തിയപ്പോഴത്തേക്ക് അദ്ദേഹം എന്തുകൊണ്ടോ അതിൽ നിന്നൊക്കെ പിന്നൊക്കെ പോയി പല കഥകളും പറയുന്നത്. ഒരു കഥയില്ല, യാഥാർത്ഥ്യം മനസ്സിലാക്കി. CPM ഉള്ളതുകൊണ്ടാണ് നിൽക്കുന്നത്. CPM തൂണ്ട ഉണക്കുന്ന പല്ലിയാണ് CPI മറ്റ് ഘടകകക്ഷികൾ. കോൺഗ്രസ് പോലല്ല. കോൺഗ്രസ് പല സ്ഥലത്തും നിൽക്കുന്നത് ഈ ഇതുള്ളതുകൊണ്ടാണ്. കേരള കോൺഗ്രസ്, മുസ്ലിം ലീഗ് എന്നുള്ള ഭീമൊക്കെ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ CPM അങ്ങനല്ല. ഇത് കുത്തമ്മിനാഥ് പോലുള്ള ടവറാണ്. അതിനോടൊത്തുന്ന പല്ലികൾ മാത്രമാണ് ഇവരില്ലെങ്കിൽ CPM ചെയ്യും. കേരള കോൺഗ്രസ് കൂടെ ഉണ്ടായത്, മാണിയും കൂടി ഉണ്ടായത്. അത് നേരത്തെ. മറ്റൊരു കാര്യം പറയുന്നത്, മുന്നണി കൺവീനർ EP ജയരാജൻ BJP നേതാവിനെ കണ്ടതും തിരിച്ചടിക്ക് കാരണമായി. അതൊക്കെ തിരുത്താനുള്ള ശ്രമം ഉണ്ടായില്ല എന്നുള്ളതും CPI പിന്നെ ആദ്യത്തെ VP സിംഗ് ഗവൺമെന്റിന് ഇവർ രണ്ടുപേരും പുറത്തുനിന്ന് ഒരുമിച്ച് സപ്പോർട്ട് ചെയ്തല്ലേ അധികാരത്തിലെത്തി. BJP-ക്കാരും CPM-കാരും CPI-ക്കാരും. എന്നിട്ട് അന്ന് കണ്ടിട്ട് പ്രശ്നം ഉണ്ടായില്ലേ? അന്ന് പ്രശ്നം ഉണ്ടായില്ല. ഇതിപ്പോ തെരഞ്ഞെടുപ്പ് സമയമാണല്ലോ. അന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നില്ല ഇവരെല്ലാവരും ഐക്യമുന്നണി എന്ന് പറഞ്ഞ സാധനത്തിൽ BJP സപ്പോർട്ട് ചെയ്തില്ല. അന്ന് ഇന്നത്തെ പോലെ അന്ന് അവരുടെ മുദ്രാവാക്യമായിരുന്നു. അന്നത്തെ BJP അപേക്ഷിച്ച് ഇന്നത്തെ BJP കുറച്ച് ഭേദമാണ്. അന്ന് അവരുടെ മുദ്രാവാക്യം കോൺഗ്രസ് മുക്ത ഭാരതം അന്നേ ഉണ്ട്. EMS പറഞ്ഞില്ല, ഏത് ചെറുത്താനുമായിട്ടും കൂട്ടുകൂടും. അതന്നെ പറഞ്ഞത്. അപ്പോൾ അന്ന് അത് ചെയ്തു. അപ്പോൾ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് സമയമാണ്. EP ജയരാജൻ BJP-യിലേക്ക് പോകാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടാകുന്നു. ന്യൂനപക്ഷങ്ങൾ ആശങ്കയിലാകുന്നു. കാരണം ഞങ്ങളാണ് രക്ഷകരെന്ന് പറയുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് തന്നെ BJP-യിലേക്ക് പോകാനുള്ള ഒരു പാലം ഇടുന്നു എന്നൊക്കെ ഒരു തോന്നല്. CPI-ക്ക് ഭയങ്കര ശക്തി ഉണ്ടായിരുന്ന UP-യിലൊക്കെ അല്ലേ, ഫൈസലാബാദൊക്കെ വരെ കയ്യിലായിരുന്നില്ലേ? CPI ജയിച്ച മണ്ഡലല്ലേ, അവിടെയല്ലേ BJP ആദ്യം ഓടിക്കറിയത്. പിന്നല്ലേ ബംഗാളിലേക്കൊക്കെ വന്നത്. CPI-ക്ക് ഇനി മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്ന ഒരു നടക്കാത്ത കിനാശ്ശേരി ആയതുകൊണ്ട് അല്ല, അതുകൊണ്ടല്ല. അവരെല്ലാ കാലഘട്ടം കാനത്തിൻ്റെ ഒരു CK ചന്ദ്രപ്പനെ ആശാനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. അവർക്ക് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അവർക്ക് കൃത്യമായൊരു പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു, കൃത്യമായ ഒരു ബദൽ രാഷ്ട്രീയം അവർക്ക് ഉണ്ടായിരുന്നു. രണ്ട്, ഇടതുപക്ഷ ഐക്യത്തിന് അവർ വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തു, പ്രത്യേകിച്ച് ആശാൻ. CK ചന്ദ്രപ്പനും അത് ആദ്യം ഡാങ്കേ പക്ഷത്തായിരുന്നെങ്കിൽ പോലും പിന്നെ ഇടതുപക്ഷ ഐക്യം വിട്ടൊരു കളി CK ചന്ദ്രപ്പനും ഉണ്ടായിരുന്നു. പിന്നെ ഈ നമ്മുടെ കാനത്തിൻ്റെ ഈ ഒത്തുതീർപ്പ് സാധനം ആദ്യം മുന്നോട്ട് വെച്ചാൽ CPI ആണ്. കാനത്തിൻ്റെ ഒരു രണ്ടാമത്തെ ഘട്ടത്തിലാണ് പിന്നെ CPM-നെ പറ്റി നല്ല അഭിപ്രായം CPI-ക്കാർ പറഞ്ഞു കേട്ടത്. കാനം വളരെ റിയലിസ്റ്റിക് ആയിട്ട് ആളായിരുന്നു. കാനത്തിനൊരു വലിയൊരു ഗുണമെന്ന് വെച്ചാൽ സെൻട്രൽ രാമൻകുമാർ നായരാണ്, ഭയങ്കര റിയലിസ്റ്റിക്കാണ്. കാനത്തിന് അറിയായിരുന്നു. അപ്പോൾ കാനാണ് പിള്ളേനെ കൊണ്ടുവരുന്ന കാര്യത്തിലും അതുപോലെ മാണി വരുന്ന കാര്യത്തിലൊക്കെ കാനം വലിയ ഇത് പഠിപ്പിക്കാൻ. കാരണം കരുണാകരൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വെളിയം ഭാഷാനൊക്കെ ആയിരുന്നു. പക്ഷേ അവർക്ക് റൊമാൻറ്റിക് ആയിരുന്നു. പക്ഷേ കാനം അങ്ങനെയല്ല, റിയലിസ്റ്റിക് ആയിരുന്നു.
അപ്പോൾ കാനത്തിന് CPM ഉള്ളതുകൊണ്ടാണ് ഈ സാധനം നിൽക്കുന്നത്. CPM-ന് ഇപ്പോഴത്തെ ശക്തി പിണറായി വിജയനാണ്. കാനത്തിന് മനസ്സിലായി. അതിനാണ് നിങ്ങൾ ആ കാനത്തിനെ പറ്റി അഴിമതി മറ്റേത് മറിച്ചത് മകൻ മകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് സംഭവം. പക്ഷേ ബിനോയ് വിശ്വത്തിനൊക്കെ ഇപ്പോഴും മറ്റേ അസ്ക്യത മാറിയിട്ടില്ല. പണ്ട് കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി മുഖ്യമന്ത്രി ആയിരുന്നതിൻ്റെ ഒരു അസ്ക്യത ഉണ്ടല്ലോ, അത് ചന്ദ്രപ്പനൊക്കെ കൃത്യമായി ക്ലിയർ പൊളിറ്റിക്സ് ഉണ്ട്. ബിനോയ്ക്ക് ഇപ്പോഴും അത് മാറിയിട്ടില്ല, പല ആളുകൾക്ക് മാറിയില്ല. അതാണ് കാണുന്നത്. പിന്നെ CPM-ന് അടി കിട്ടുമ്പോൾ കോൺഗ്രസ്സുകാരെക്കാട്ടും കൂടെ അറ്റാക്ക് ചെയ്യുന്ന ഇവരുടെ പണ്ടേയുള്ള സ്വഭാവമാണ്. അങ്ങനെ അല്ലാത്ത നമ്മുടെ ഇസ്മായിലൊക്കെ ഇസ്മായിലൊക്കെയാണ്. അദ്ദേഹം ഇസ്മായിൽ റിയലിസ്റ്റിക് ആയിരുന്നു. സത്യത്തിൽ കാനവും ഇസ്മായിലാണ് ഏറ്റവും കൂടുതൽ റിയലിസ്റ്റിക് ആയിരുന്ന ആളുകൾ. അപ്പോൾ ഇവർ എല്ലാ സമയത്തും CPM-ന് അടി കിട്ടുമ്പോൾ ഇവർ ജില്ലാ കമ്മിറ്റി ഒരു പ്രമേയം പാസ്സാക്കും, സംസ്ഥാന കമ്മിറ്റി അതെടുത്ത് ചർച്ച ചെയ്യും. എന്തെങ്കിലും സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. അല്ലേ നിങ്ങൾ സ്വയം ശക്തിപ്പെട്. അതില്ലല്ലോ. ഇപ്പോൾ ശക്തിപ്പെടാൻ എളുപ്പമായി കണ്ടുപിടിച്ചിട്ടുണ്ട്. കുറേ മുസ്ലിം കച്ചവടക്കാർക്കും ഈ പറയുന്നതിൻ്റെ ഫാർ റൈറ്റ് ആയിട്ടുള്ള കുറേ ബാക്ക്ഗ്രൗണ്ടുള്ള മുസ്ലിംസിന് സീറ്റ് കൊടുക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക, അവരെ ജയിപ്പിച്ചിട്ട് അങ്ങനെ മുസ്ലിംസ് കൂടെ നിൽക്കുന്നു. അവർക്ക് ഇതൊക്കെ ചെയ്യുന്ന CPM ഉള്ളപ്പോൾ ഇവരെ ആവശ്യമുണ്ടോ? ഒന്നെങ്കിൽ നിങ്ങൾ സ്വയം ശക്തിപ്പെടുന്നില്ല, ദുർബലപ്പെടുന്നതേ ഉള്ളൂ. മെമ്പർഷിപ്പിൽ വർധനയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും, അത് കാണിക്കുക. പക്ഷേ പാർട്ടിയോടെ നിങ്ങൾ വിദ്യാർത്ഥി സംഘടന ദുർബലപ്പെടും. ആപ്പാടെ കാറ്റ് തൊട്ട് കിട്ടിയ കനിയായിരുന്നു മറ്റേവൻ നമ്മുടെ കനയ്യകുമാർ. അവനാണ് AC എടുത്തു പോയി, ഡൽഹിയിലും തോറ്റ്. അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു കാര്യം. പിന്നെ വേറൊരു ദേശീയ നേതാവുണ്ട്. ആ ദേശീയ നേതാവ് ഈ പറയുന്ന യെച്ചൂരിൻ്റെ പിന്നാലെ നടക്കുകയാണ്. യെച്ചൂരി പറയുന്നതാണ് മൂപ്പരെ പോളിസി. CPIക്ക് CPM-ന് വ്യത്യസ്തമായിട്ട് ഏതെങ്കിലും ഒരു പരിപാടി സ്വന്തമായിട്ടുള്ള ഒരു പ്ലാൻ വന്നിട്ട് എത്ര കാലം ഒന്നായത്തിൽ CPM യെച്ചൂരി പറയുന്നതിന് വരെ ഏറ്റുപറയും. ഈ AB വർധാനൊക്കെ ഇരുന്ന കാലത്ത് അത്തരം പരിപാടികൾ AB വർധാന സമയത്തൊന്നും എനിക്ക് അന്ന് ഒരു വർധാന ശേഷമാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ദേശീയ അല്ലല്ല അന്ന് ഈ വീരേന്ദ്ര കുമാറും CPI-ൻ്റെ പ്രധാനപ്പെട്ട നേതാവും അതിനെ കൂടി കണ്ണൂർ ഒരു സെമിനാറിന് പോകുന്നു. അന്ന് ഞാനും കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആരോന്ന് CPM ബേബി ആരോന്നിൻ്റെ കൂടെ ഞാനും ഉണ്ടെന്ന് ഗസ്റ്റ് ഹൗസിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അന്ന് വീരേന്ദ്രകുമാർ ചോദിച്ചു CPIക്ക് ഈ കാര്യത്തിലുള്ള പോളിസി എന്താ? ആ CPM-ൻ്റെ തന്നെയാണ്. CPIക്ക് പോളിസി ഇല്ല, പല കാര്യത്തിലും പോളിസി ഇല്ല. യെച്ചൂരി അവിടെ കുറേ പിള്ളേരെ നിർത്തിയിട്ടുണ്ട്, പിന്നെ ബിജു കൃഷ്ണന് അങ്ങനെ കുറേ പിള്ളേരെ നിർത്തിയിട്ടുണ്ട്. അവരോരോന്ന് എഴുതി കൊണ്ടുവരും, അത് ഇവരും കൂടി അങ്ങ് ഏറ്റെടുക്കും. അത്രയല്ലേ ഉള്ളൂ. എല്ലാവർക്കും നേതാവാണോ? എല്ലാവർക്കും MLA ആണോ? മന്ത്രിയാണോ? പുതിയൊരാളെ അങ്ങോട്ട് കയറ്റി വിടുകയല്ല. വല്ലവൻ കയറിപ്പോയി ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അവനെ ചവിട്ടി പുറത്താക്കാൻ ആലോചിക്കും. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ CPM സ്വർഗ്ഗമാണോ? CPM മാലാകയാണ്, മാലാക. പിന്നെ മാവ് ഇതുള്ള മാവിനല്ലേ കല്ലെറിയുള്ളൂ. ഏത്? പക്ഷേ എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനം തോൽപ്പിച്ചു എന്നുള്ളത് ജനം കഴിഞ്ഞ ലോക്സഭയിൽ തോൽപ്പിച്ചു. ജനം തോൽപ്പിക്കുന്നതിനാണ് നിങ്ങൾ ഇത് തിരുത്തു. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാണല്ലോ തോൽപ്പിക്കുന്നത്. നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ ജനം വീണ്ടും ജയിപ്പിച്ചു. അതൊന്നല്ല, ജനത്തിൽ ഒരുപാട് ബംഗാളിൽ 35 വർഷം തുടർച്ചയായി ജയിപ്പിച്ചു. അല്ല, ബംഗാൾ അല്ല, കേരളത്തിൽ വീണ്ടും ജയിപ്പിച്ചു. BS-ന്റെ ഭരണകാലത്ത് കേവലം ചുരുങ്ങിയ സീറ്റുകൾ. ബംഗാളല്ല കേരളം, ആദ്യം മനസ്സിലാക്കി. ബംഗാളിൽ ഈ പറയുന്ന ഭരട്ട് കമ്മ്യൂണിസ്റ്റ് തത്വം കൊണ്ട് ഇരുന്നിട്ട് ഒരു വികസനവും നടത്താതെ അത് ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾക്ക് സിറ്റിസൺഷിപ്പും കൊടുത്തുകൊണ്ട് തന്ത്രപരമായി ഗുണ്ടായിസം കാണിച്ച് ജയിച്ചുകൊണ്ടിരുന്നതാണ്. ത്രിപുരയെ കുറച്ചുകൂടി ഭേദമായിരുന്നു. കേരളത്തിൽ അതല്ല. കേരളത്തിൽ മാറി വരുന്ന സംവിധാനം ഉള്ളതുകൊണ്ട് മറ്റു കോൺഗ്രസ്സുകാർ വന്ന ഒരുപാട് വികസന പ്രവർത്തനം നടത്തും. ഇതിനൊക്കെ ആ സമയത്ത് എതിർക്കും, എന്നിട്ട് അധികാരത്തിൽ വരുമ്പോൾ നടപ്പിലാക്കും. അങ്ങനെ വികസന വിരുദ്ധമല്ല പാർട്ടി എന്നുള്ള ഫീൽ ഉണ്ടാക്കാൻ പറ്റിയിരുന്നു. പിന്നെ പിണറായി വിജയൻ വന്നതോടുകൂടി എതിർപ്പ് നിർത്തി. ഇത്തരം കാര്യങ്ങളൊക്കെ മൂപ്പര് വളരെ പോസിറ്റീവായിട്ട്. അതാണ് നിങ്ങൾ ഇങ്ങനെ വലതുപക്ഷവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ സാധനം നിന്നു വന്നത്. രണ്ടാമത്തെ കാര്യം, പിണറായി വിജയൻ ഇത് പുത്തരിയൊന്നുമല്ല. കഴിഞ്ഞ നിയമസഭ ഇലക്ഷൻ സമയത്ത് ഇതിലും ഭീകരമായിട്ടായിരുന്നു വോട്ട് ഷെയർ പോയിരുന്നത്. ഇതിനെന്ത് സംഭവിച്ചു? പഞ്ചായത്ത് ഇലക്ഷൻ, നിയമസഭ ഇലക്ഷൻ ശക്തമായിട്ട് വന്നു. അന്ന് നിങ്ങൾ വിചാരിച്ചു ഇന്ന് എങ്ങനെ വരുമെന്ന്. ഇപ്പം ബൈ ഇലക്ഷൻ വരാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും പിണറായി വിജയൻ ചില മാജിക്കുകൾ കണ്ടുവച്ചിരുന്നു. അതായിരുന്നു കിറ്റ് പോലുള്ള സാധനങ്ങൾ. അതുപോലെ ആയിരുന്നു സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തടഞ്ഞു വെച്ച വേതന എല്ലാ സാധനവും ഒരുമിച്ച് കൊടുത്തു. പിടിച്ചു വെച്ച ശമ്പളം, പ്രളയമായിട്ട് ബന്ധപ്പെട്ട് പിടിച്ചു വെച്ച ശമ്പളം തിരിച്ചു കൊടുത്തു. ഇതൊക്കെ ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പിണറായി വിജയൻ അറിയാം. അതുകൊണ്ടാണ് തിരിച്ച് അധികാരത്തിൽ വന്നല്ല. ഇവരിവിടുന്ന് സെക്യൂരിസം വിളിച്ച് തന്നിട്ടൊന്നല്ല. ആ കേരളത്തിലും ഇവരെല്ലാവരും ജയിച്ചും പോയിട്ടുണ്ട്. ഇപ്പം തുടർഭരണം കിട്ടിയിരിക്കുന്നുണ്ടല്ലോ. അതിന് കാരണം പിണറായി വിജയനാണ്. വിളക്ക് വെച്ച് പൂജിക്കണം, ഇത് വെക്കണം. പിണറായി വിജയൻ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്നുണ്ടല്ലോ CPI ഓഫീസ്, സംസ്ഥാന കമ്മിറ്റി. അതിൽ മുന്നിൽ വെക്കേണ്ട ആദ്യത്തത് വിളക്ക് ഇപ്പം വെക്കേണ്ടത് ചിത്രം പിണറായി വിജയൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നുള്ളത്. പിന്നെ പിണറായിയെ സംബന്ധിച്ചോളം തോറ്റ് ജയിക്കുക എന്നുള്ള മുമ്പ് പുതിയ കാര്യം. നമുക്ക് തോറ്റു കൊടുക്കും. എനിക്ക് തോന്നുന്നു അന്ന് ആ BS നിങ്ങൾ പറഞ്ഞില്ല 11 അന്ന് തോറ്റു കൊടുത്തതാ. അന്ന് തോറ്റു കൊടുത്തോണ്ട് എന്തായി, കോൺഗ്രസ് നാണക്കല്ലെടുത്ത്. കാരണം ചെറിയ ഭൂരിപക്ഷമാണല്ലോ, എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ലീഗാണ് ഭരിക്കുന്ന ഫീൽ ഉണ്ടാക്കി മാണി സാറിനെ പിണക്കി. അടുത്ത തവണ എന്ത് ചെയ്യും, പിണറായി മുഖ്യമന്ത്രി ഒന്ന് പിണറായിക്ക് അറിയാം BS ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ എന്ത് ചെയ്തു, അടുത്ത ഇലക്ഷൻ ഇതെല്ലാം കൊണ്ട് വന്നത് ജനങ്ങൾ സ്വാഭാവികമായിട്ട് വലിയ ഭൂരിപക്ഷത്തിന് ഏൽപ്പിച്ചു. പിന്നെ ലോക്സഭാ ഇലക്ഷൻ വരെ പെർഫോമൻസ് മോശമായിരുന്നു. പിന്നെ ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു? ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം മൂപ്പര്
പെൻഡിങ് വെച്ച ഓരോ കാര്യങ്ങൾ നടപ്പിലായി തുടങ്ങി. വൻ ഭൂരിപക്ഷത്തോടു കൂടി പഞ്ചായത്തിൽ വിജയിച്ചു, എവിടെ വിജയിച്ചു, നിയമസഭയിൽ വിജയിച്ചു. അതാണ് ഇപ്പം കാണുന്ന തുടർഭരണം. അന്ന് ഇതിലും വലിയ മുകളിലുണ്ടായതാണ്. കോൺഗ്രസ്സുകാർ മനസ്സിലാക്കി പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഇപ്പം വലിയ അർമാദിക്കാത്തത്. ഇതിലും എന്തായാലും എല്ലാവർക്കും മുഖ്യമന്ത്രിയാണോ, എല്ലാവർക്കും മന്ത്രിയാണോ, ഇതൊക്കെ ആയിരുന്നല്ലോ സ്ഥിതി. പിണറായി വിജയൻ അതുപോലെ വേറൊരു കാര്യം ചെയ്യും. ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തത്? അരുവിക്കര ഇലക്ഷൻ വന്നു, തോറ്റെടുത്തതിന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിന് അഹങ്കാരം കൂടി, പത്രക്കാരൊക്കെ വെറുപ്പിച്ചു. അതായത് ഉമ്മൻചാണ്ടി സാർ എന്നിട്ട് പത്രക്കാർക്ക് ആളുകളിലായിരുന്നു. എങ്ങനെ ഇയാൾ പോയി കിട്ടിയാൽ മതി എന്നായി. അപ്പോൾ എന്തായി? അത് പിന്നെ 2016 ഇലക്ഷൻ LDFിൻ്റെ വിജയം സുനിശ്ചിതമായി. പഞ്ചായത്ത് ഇലക്ഷൻ ജയിപ്പിച്ചെടുത്തു, ബൈ ഇലക്ഷൻ ജയിപ്പിച്ചെടുത്തു. എല്ലാത്തിനും ജയിപ്പിച്ചു കൊടുക്കാന്ന് വെച്ചാൽ എന്താ ചെയ്യുക? ജയിപ്പിച്ചു കൊടുക്കണത് നിങ്ങൾ പാർട്ടിക്കാരോട് പറയണ്ട, അതായത് നിങ്ങൾ ഇപ്പത്തേക്ക് വോട്ട് ചെയ്യുക, അങ്ങനെയല്ല ചെയ്യുക. ആളുകളെ കൊണ്ട് അങ്ങ് വെറുപ്പിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 2000 VSൻ്റെ സമയത്ത്, ആ സമയത്ത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, പ്രവാചകൻ്റെ തിരുശേഷി പിന്നെ ബോഡി വേസ്റ്റ് എന്നാവും. നമ്മുടെ ആലഞ്ചേരി പിതാവിനല്ല, താമരശ്ശേരി ബിഷപ്പിനെ കയറിയിട്ട് നികഷ്ട ജീവി നിർച്ചു. എല്ലാവരും വെറുത്തോ? അതിൻ്റെ എഫക്റ്റാണ് കണ്ടത് ആ ഇലക്ഷനിൽ. അല്ലെങ്കിൽ കൂളായിട്ട് ജയിക്കുന്ന. അരുവിക്കര എന്താ സംഭവിച്ചത്? VS മൂപ്പര് ഒരുമിച്ച് ഒരു ജാഥയൊന്നുമില്ല. VSൻ്റെ പ്രചരണം, മൂപ്പരുടെ രീതി പ്രചരണം. ഇവർ തമ്മിൽ ഐക്യമല്ല എന്നൊക്കെയുള്ളൊരു ഫീല് വന്നു. അതെന്തായി? അവിടെ അത്യാവശ്യം ഈഴവ പോപ്പുലേഷൻ കൂടിയുള്ള സ്ഥലമാണ്. ഈഴവ തീയ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇതെല്ലാം കൂടി കൊണ്ടെന്തായി? അവിടെ അന്ന് തോറ്റപ്പോൾ എന്തായി? ഉമ്മൻചാണ്ടി സാറിന് അഹങ്കാരം കൂടി. ഇത് മൂപ്പർക്ക് പുതിയ കാര്യം ഒന്നുമില്ല. കഴിഞ്ഞ നിയമസഭ ഇലക്ഷൻ്റെ സമയത്ത് എന്താ, ശബരിമല, കണ്ണ് ചെറിയ മനുഷ്യനറിയാം, കേരളത്തിൽ ശബരിമല എടുത്തിട്ടാ കത്തും. കാരണം എന്ത് സ്ത്രീകൾക്കൊന്നും ശബരിമലയിൽ പോകണ്ട. മൂപ്പരത് പരീക്ഷണം നടത്തി നോക്കി. എന്താ വെച്ചാൽ ആളുകൾക്കെല്ലാം എതിരായപ്പോൾ എന്താ, എതിർപ്പ് എന്താ, ലോക്സഭ ഇലക്ഷൻ വേണ്ട, ഇതിൽ തീർത്തോളൂ. അതിൽ നിന്ന് മൂപ്പര് ചില പാഠങ്ങളും പഠിച്ചു. ഇപ്പം വലിയ രീതിയിൽ ആളുകൾ വെറുപ്പിക്കുന്നില്ല. അങ്ങനെയുള്ള സാമുദായിക നേതാക്കന്മാരെ പിണറായിക്കെതിരെ വിമർശനം ഉന്നയിക്കാനും ധൈര്യപ്പെട്ടു തുടങ്ങി. അല്ല, അത് മുമ്പേ ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ മുമ്പേ അതിശക്തമായിട്ട് അവർ വിമർശിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ ഘട്ടത്തിലും. പിണറായിനെ ആകപ്പാട് ആ കൂട്ടത്തിൽ സ്നേഹിച്ചത് പിണറായിയുടെ നല്ല ബന്ധമാണ് പണ്ടേ KE സുമേന്. പിന്നെ കാനം സെക്രട്ടറി ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിൽ കാനം വളരെ നല്ലതുണ്ട്. പിണറായിയുടെ ഇമ്പോർട്ടൻസ് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ബിനോയ് വിഷയത്തിനാകുമ്പോൾ മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്തായാലും തിരുത്തലുകൾ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ തിരുത്താതിരിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.